ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നൂലുകെട്ട് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങ് തിരികെ രാത്രി തന്നെ പോകുന്നായിരുന്നു കേട്ടോ. കാരണം എബിക്ക് ഇന്ന് എക്സാമാണ്, ഇന്നും നാളെയും കൂടെ എക്സാം ഉണ്ട്. പിന്നെ ചേട്ടന് രാവിലെയാണ് ജോലിക്ക് പോകേണ്ടത്. എബിക്ക് എക്സാം ഇല്ല, ചേട്ടന് താമസിച്ച് ജോലിക്ക് പോയാൽ മതി എങ്കിൽ പോലും ഞങ്ങൾ രാവിലെ തന്നെ വരാൻ നിൽക്കത്തില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് തണുപ്പാണ് രാവിലെ. ഇത് ഇപ്പോൾ പോലും ആ ഒരു തണുപ്പ് മാറിയിട്ടില്ല. ഇപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു, എന്നിട്ട് പോലും ആ ഒരു തണുപ്പ് സംഭവം മാറിയിട്ടില്ല. അത്രത്തോളം തണുപ്പാണ്. രാത്രിയായാലും അങ്ങനെ തന്നെയാണ്. എന്നാലും ഞങ്ങൾ വൈകുന്നേരം തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങളിങ്ങ് എത്തി. നല്ല രീതിയിൽ ഞങ്ങളുടെ 2 വീട്ടുകാർ മാത്രമായിട്ട് ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞ് നൂലേട്ട് ചടങ്ങ് മാത്രമായിരുന്നു കേട്ടോ. ഒരുപാട് ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ലോങ് വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇന്ന് എനിക്ക് വെങ്ങാനൂർ പോകണം. എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൗസ് തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് കൊടുക്കാനായിട്ട് പോകണം. അത് കുഞ്ഞമ്മയുടെ കയ്യിലാണ് തയ്ക്കാൻ കൊടുത്തിരുന്നത്. പക്ഷേ അത് കാവ്യയുടെ മകൾ 2-3 ദിവസം വരെ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ കുഞ്ഞമ്മയ്ക്ക് വീട്ടിലോട്ട് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുഞ്ഞമ്മയും ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ട് തയ്ക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ പോകുമ്പോഴത്തേക്ക് വാങ്ങിയിട്ട് വരാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വെങ്ങാനൂർ പോകുന്നുണ്ട്, ബ്ലൗസ് തയ്ക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹ എന്നെ വിളിക്കാനായിട്ട് വരും. ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.